നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവർ ചേരും. നമ്മൾ ആദ്യം പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. ഷിജോ കുര്യനാണ് ചേരുന്നത് വിവരങ്ങളുമായി. ഷിജോ, ഗുഡ് മോർണിംഗ്. നിർണായക വാർത്തകൾ വരുന്ന മേഖലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ കോടതിയിലുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഷിജോ? ഡോക്ടർ ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് അതീവ പ്രാധാന്യമുള്ള കുറേയധികം വാർത്തകൾ സംഭവിക്കാനുള്ള ഒരു ദിനമാണ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജി ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ വരികയാണ്. തിരുവല്ല മജിസ്ട്രേറ്റ് ഇന്ന് എത്രാമത്തെ കേസായിട്ടാണ് രാഹുലിന്റെ ജാമ്യ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. എന്തായാലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കേസായിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ജയിലിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 4:30-5 മണി സമയത്തായിരുന്നു ജയിലിലെ ഭക്ഷണം. ഇന്നലെ ചോറും അവിയലും തോരനും രസമൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ജയിൽ അധികൃതരിൽ നിന്ന് ലഭിച്ചത്. ഇന്നിപ്പോൾ രാവിലെ 6 മണിക്ക് ഉപ്പുമാവ് അടക്കമുള്ള ചപ്പാത്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ ജയിലിലുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മാറ്റം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നിപ്പോൾ ജയിൽ മാറ്റാനുള്ള നടപടിക്രമങ്ങളായിരിക്കും ജയിലിൽ നടക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജയിലിൽ നമുക്ക് സംസ്ഥാനത്തെ പല ജയിലുകളിലും മതിയായിട്ടുള്ള സുരക്ഷാ ജീവനക്കാരില്ല. അത് മാത്രവുമല്ല, മാവേലിക്കര ജയിലിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുകയാണ്, പുതിയ ബ്ലോക്കിന്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സുരക്ഷിതമായിട്ടുള്ള ജയിലിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം ജയിൽ അധികൃതർ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും ജയിൽ മാറ്റണം എന്നുള്ള ആവശ്യം ജയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ജയിൽ DIGയുടെ ഓർഡർ വരുന്ന മുറയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഇന്ന് തന്നെ മാറ്റാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്. MLAക്ക് മതിയായ സുരക്ഷ ജയിലിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സഹതടവുകാരിൽ നിന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ പാടില്ല, മതിയായ സുരക്ഷ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് മാവേലിക്കര ജയിലിൽ നിന്ന് മാറ്റാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് മാറ്റിയേക്കും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി ഇന്നലെ തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിച്ചതാണ്. പക്ഷേ ഈ ക്രൈം നടന്നത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ജുറിസ്ഡിക്ഷൻ ആയതിനാലാണ് രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റിയത്. ഇന്നിപ്പോൾ തിരുവല്ല മജിസ്ട്രേറ്റ് രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ബലാത്സംഗ പീഡന പരാതി ആയതുകൊണ്ട് തന്നെ, കേസായതുകൊണ്ട് തന്നെ രാഹുലിന് കീഴ്ക്കോടതിയിൽ നിന്ന്, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ജാമ്യം നിഷേധിക്കുക തന്നെയായിരിക്കും ചെയ്യുക. ജാമ്യം നിഷേധിച്ചാൽ അതുമായി കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് രാഹുലിന്റെ അഭിഭാഷകർ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ. എന്തായാലും രാഹുൽ ഇന്നും ജയിലിൽ തന്നെ തുടരേണ്ടി വരും. അതോടൊപ്പം തന്നെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ SIT സംഘം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. രാഹുലിന്റെ മൊബൈൽ ഫോണിൽ നടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണം, അതിനെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം. അങ്ങനെ സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6:30 SIT സംഘം, പോലീസ് അടക്കമുള്ള SIT സംഘം തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇനി രാഹുലുമായിട്ട് അവിടെ എത്തി തെളിവെടുപ്പ് നടത്തണം. അങ്ങനെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ അടക്കം ഇന്നിപ്പോൾ SIT കോടതിയിൽ സമർപ്പിച്ചേക്കും. എന്തായാലും രാഹുലിന്റെ ജാമ്യ ഹർജി ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പാകെ വരികയാണ്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തിരുവനന്തപുരത്തേക്കാണ് ഇനി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ്? ഗുഡ് മോർണിംഗ് ഉമേഷ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ, അതായത് പത്തനംതിട്ടയിൽ രാഹുലിന്റെ വിഷയം തന്നെ അതിന്റെ തുടർച്ചയായി പറയാവുന്നത് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി, നിയമസഭയിലെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കാരണം ഇത്തരത്തിൽ നിരന്തരമായി കേസുകളിൽ പ്രതികളാകുന്നവർക്കെതിരെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ആ വിഷയങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ 20-ാം തീയതി നിയമസഭ 20-ാം തീയതി ജനുവരി 20-ാം തീയതി ചേരാൻ പോവുകയാണ്. വേണമെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ 9 അംഗങ്ങളാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയിലുള്ളത്. ഈ കമ്മിറ്റി നേരത്തെ തന്നെ കൂടാവുന്ന പ്രൊവിഷനുമുണ്ട്. വേണമെങ്കിൽ നേരത്തെ ഓൺലൈനായി ചേർന്ന ശേഷം ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ഉന്നയിക്കാം. അല്ല എങ്കിൽ 20-ാം തീയതി നിയമസഭ ചേരുമ്പോൾ തന്നെ ഈ വിഷയം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാം. അതിനുശേഷം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് നടത്തി ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കാം. കേട്ട ശേഷം ഒരു റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കും. നിയമസഭയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിയമസഭ അത് പരിശോധിച്ച് അംഗീകരിച്ചു കഴിഞ്ഞാൽ നടപടി അംഗീകരിക്കുന്നത് തുല്യമാകും. ഏതായാലും ഏറ്റവും അവസാനത്തെ നടപടി, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നടപടിയാണ് അയോഗ്യനാക്കുക എന്ന നടപടി. ഇതുവരെ ചരിത്രത്തിൽ ഒരാളെയും അയോഗ്യനാക്കുന്ന നടപടിയിലേക്ക് ഈ നിയമസഭ കടന്നിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്ന നടപടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഒരു അംഗത്തെ അയോഗ്യമാക്കുന്നതിന് കേരള നിയമസഭ സാക്ഷിയാവുകയും ചെയ്യും. ഇന്ന് തിരുവനന്തപുരത്ത് മറ്റൊരു സുപ്രധാനമായ സമരം നടക്കുന്നുണ്ട്. LDFന്റെ സമരമാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സമരം. മുഖ്യമന്ത്രി, മന്ത്രിമാർ
മന്ത്രിമാർ, LDF നേതാക്കൾ അടക്കമുള്ള ഈ സമരത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സമരം. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്. അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ശമ്പള വർധന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സംഘടനയായ KGM-CTA സമരം പ്രഖ്യാപിച്ചത്. ഈ മാസം 13 മുതൽ അധ്യാപനവും തുടർന്നുള്ള ആഴ്ച മുതൽ അടിയന്തരമല്ലാത്ത ചികിത്സകളും ബഹിഷ്കരിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ക്വാഷ്യാലിറ്റിക്, ICU, ലേബർ റൂം, പോസ്റ്റ്മോർട്ടം തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി കൊച്ചിയിലേക്കാണ് റാഫി കരീം ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളുമായി. റാഫി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ, കൊച്ചിയിൽ പ്രധാനപ്പെട്ട വാർത്തകൾ? മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കോടതി കേന്ദ്രീകരിച്ചാണുള്ളത്. ഹൈക്കോടതിയിൽ സുപ്രധാനമായ പല ഹർജികളും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 3 പ്രതികളുടെ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. മുരാരി ബാബു, ഒപ്പം തന്നെ ഗോവർദ്ധൻ, ഒപ്പം തന്നെ പത്മകുമാർ, ഇവർ 3 പേരുടെയും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. 3 പേരും ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ശക്തമായ എതിർപ്പുമായി SIT ഇതിനോടകം തന്നെ SIT ഹർജി എതിർത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും SIT ചൂണ്ടിക്കാണിക്കുന്നത് 3 പേർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം SIT ഇതിനോടകം തന്നെ കോടതിയിൽ നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ മറ്റൊരു ഹർജി പ്രധാനപ്പെട്ടതായി വരുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ 2ാം പ്രതിയായ മാർട്ടിന്റെ ഹർജി ഇന്ന് കോടതിയിലുണ്ട്. മാർട്ടിന്റെ ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാർട്ടിൻ പറയുന്നത് ഈ ഗൂഢാലോചന നിലനിൽക്കില്ല എന്നും ഈ ശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുമുള്ളതാണ് ഈ ഹർജിയിൽ മാർട്ടിൻ പറയുന്നത്. ഒപ്പം തന്നെ ദിലീപിന്റെ ഹർജിയും കോടതിയലക്ഷ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ചില മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ഒപ്പം തന്നെ ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുമാണ് ദിലീപിന്റെ ഹർജിയുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോടതിക്ക് പുറത്തുള്ളത്, ഇന്ന് പാമ്പാക്കുട, ഓണക്കൂർ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നേരത്തെ മാറ്റിവെച്ച തിരഞ്ഞെടുപ്പാണ് ഇന്ന് ഈ വാർഡുകളിൽ നടക്കുക. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേരള ലത്തീൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് നിലവിലെ അവസ്ഥ അറിയിക്കണമെന്ന ഇടക്കാല ആവശ്യവും ഹർജിയിലുണ്ട്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിന് എതിരെ പ്രതിഷേധ പരിപാടികൾ ഘടിപ്പിക്കാനാണ് ലത്തീൻ സഭയുടെ തീരുമാനം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സർക്കാരിന് വേണ്ടി നേരിട്ട് ഹാജരാകും. കേസിലെ പ്രതികളായ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, മുൻ MD KM രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകാത്തതാണ് ഹർജിക്ക് കാരണം. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടും. രാവിലെ 11 മണിയോടെ ശ്രീകോവിലിന് മുന്നിലെത്തിക്കുന്ന പേടകങ്ങളിൽ പൂജിച്ച പൂമാല ചാർത്തി മേൽശാന്തി നീരാഞ്ജനം ഒഴിയും. ഉച്ചയ്ക്ക് 1 മണിയോടെ ആകാശത്ത് ശ്രീകൃഷ്ണപരുന്ത് വട്ടമിട്ട് പറക്കുന്നതോടെ ഘോഷയാത്ര പുറപ്പെടും. തിരുവാഭരണങ്ങൾ അടങ്ങുന്നതും കൊടികളും പൂജാപാത്രങ്ങളും അടങ്ങുന്നതുമായ 3 പേടകങ്ങളാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. മറ്റന്നാളാണ് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും മകരവിളക്കും. തിരുവാഭരണ ഘോഷയാത്ര കണക്കിലെടുത്ത് പന്തളത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്കിന് ഇന്നലെ നേരിയ കുറവുണ്ടായിരുന്നു. 70,000-ഓളം പേരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. അതേസമയം മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ട് ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്കാണ് പന്തളത്ത് നിന്ന് പുറപ്പെടുന്നത്. വിവിധ ഇടങ്ങളിലൂടെ കടന്നുവരുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണങ്ങളുണ്ടാകും. 14 വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ പേടകവും വഹിച്ചുള്ള യാത്ര സന്നിധാനത്തെത്തും. ശേഷം തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. സന്നിധാനത്ത് മകരവിളക്കിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്ത്രീയെ കഴുത്തറുത്ത് മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. മോർക്കോലിൽ ഷേർലി മാത്യുവിനെയാണ് വീട്ടിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവ് കോട്ടയം സ്വദേശിയെന്നാണ് സംശയം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത്. ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിക്ക് സമീപത്ത് താമസിച്ചിരുന്ന സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു ആളുമാണ് മരിച്ചതായിട്ട് നമുക്ക് അറിയുന്നത്.
ഷെറിനാണ് ഇവരുടെ പേരെന്ന് പറയുന്നു. ഈ മരിച്ച യുവാവിന്റെ പേര് ഇതുവരെ ലഭ്യമായിട്ടില്ല. കോട്ടയം സ്വദേശിയാണ് എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. ഇന്നലെ ഇവരെ കാണാതായതോടുകൂടി ചിലർ ബന്ധുക്കൾ ഇവിടെ അന്വേഷിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാരും ഈ വിഷയം അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് വീട്ടിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പിൻവാതിൽ തുറന്നു കിടക്കുന്നതായി കാണുകയും അതിലൂടെ കയറിയപ്പോൾ വീട്ടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ഈ ഷെറിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത നിലയിൽ ചോര വന്ന നിലയിലാണ് കിടന്നിരുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവാവ് സ്റ്റെയർ കേസിൽ കെട്ടിത്തൂങ്ങി മരിച്ച അവസ്ഥയിലുമായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. പോലീസ് അതിരാവിലെ തന്നെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇവർ അടുത്തിടയിലാണ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഇവരെക്കുറിച്ച് നാട്ടുകാർക്കും അറിയില്ല. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് നിലവിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് കടന്നിട്ടുണ്ട്. നമ്മളിനി പോകുന്ന കോഴിക്കോട്ടേക്കാണ്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണെന്ന് കോഴിക്കോട് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ? ഉന്മേഷ്, നമുക്കറിയാം ഹർഷേനയുടെ ഒരു സമരം കേരളം തന്നെ ഏറെ നാൾ ചർച്ച ചെയ്ത സമരമായിരുന്നു. വയറ്റിൽ കത്രിക കുടുങ്ങിയതിനു ശേഷം ഏറെ നാൾ ഹർഷേനയ്ക്ക് പലതരത്തിലുള്ള ചികിത്സാ പിഴവുകൾ മൂലം പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരവസ്ഥ. ആ വിഷയത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷേന പലതരത്തിലുള്ള പല ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹർഷേനയുടെ കേസ്, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർഷേന നൽകിയിട്ടുള്ള കേസ് എന്ന് സിവിൽ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിലൊരു തീർപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതേസമയം തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഈ മാസം 28 മുതൽ ഹർഷീന സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഹർഷീന ആ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. പിന്നീട് 5 വർഷത്തിന് ശേഷം 2022 ആ കത്രിക എടുത്തു മാറ്റിയിരുന്നു. ആശുപത്രി ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നഷ്ടപരിഹാരം കിട്ടുന്ന കാര്യത്തിലായാലും അവർക്ക് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലായാലും ഒരു മെല്ലപ്പോക്കുണ്ട് എന്നൊരു പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഹർഷീന നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 28-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുമ്പിലായിരിക്കും സമരം നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പന്തീരങ്കാവ് കൂടത്തമ്പാറയിൽ ഒരു പുതിയ ടോൾ പ്ലാസ വരുന്നുണ്ട്. വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ബൈപ്പാസിലുള്ള ടോൾ പ്ലാസയുടെ പിരിവ് നാളെ മുതൽ തുടങ്ങാനുള്ള തീരുമാനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. കാരണം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നടപ്പിലാക്കാതെ ടോൾ പ്ലാസയിൽ പിരിവ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച പരാതി നിലനിൽക്കെ നാളെ മുതൽ ഈ ടോൾ പ്ലാസ പിരിവിന് ഒരുങ്ങുകയാണ്. 90 രൂപയായിരുന്നു നേരത്തെ നിരക്കെങ്കിൽ ആ നിരക്കിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു. 130 രൂപയാണ് പുതിയ നിരക്ക് പ്രകാരം ടോൾ പ്ലാസയിൽ നൽകേണ്ടി വരിക. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ UDF-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ടോൾ പ്ലാസയിൽ നിന്ന് പിരിവ് എടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. 130 രൂപയാക്കിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കും കമ്മീഷണർക്കും ഗതാഗത ഉപരിവകുപ്പ് മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിന്റെ കത്ത് പുറത്തിറങ്ങിയിട്ടുള്ളത്. നാളെ മുതൽ ടോൾ പ്ലാസയിൽ നിന്ന് പിരിവ് ആരംഭിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വേണുഗോപാലാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ISROയുടെ PSLV C-62 വിക്ഷേപണമെന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്ന് രാവിലെ 10:17 വിക്ഷേപണം. ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷയും മറ്റ് 18 പേലോഡുകളും ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ് ദൗത്യം. DRDO വികസിപ്പിച്ച അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് അന്വേഷ. കൃഷി, നഗര മാപ്പിംഗ്, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ഉടനീളം ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് കഴിവുകൾ വർദ്ധിപ്പിക്കുകയാണ് അന്വേഷയുടെ ദൗത്യമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. PSLVയുടെ 64ാം ദൗത്യവും PSLV DL വേരിയന്റിന്റെ 5ാം ദൗത്യവുമാണ് ഇത്. പശ്ചിമ ബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോര് സുപ്രീം കോടതിയിൽ. തെരഞ്ഞെടുപ്പ് തന്ത്രസ്ഥാപനമായ ഐപാക്കിനെതിരെ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും. കൽക്കട്ട ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ED സുപ്രീം കോടതിയെ സമീപിച്ചതിനെതിരെ TMCയും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. അതിനിടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്ന പരാതിയിൽ ആഭ്യന്തര മന്ത്രാലയം ബംഗാൾ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് കുന്നമംഗലത്തെ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. ഈങ്ങാപ്പുഴ സ്വദേശി സുഹൈൽ, കൊടുവള്ളി സ്വദേശി നിഹാൽ, വയനാട് സ്വദേശി ഷമീർ എന്നിവരാണ് മരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗൂഗിൾ, ദാരുണമായ സംഭവമാണ്. എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ ഗൂഗിൾ കെ വേണുഗോപാലാണ് ചേരുന്നത്. ഗൂഗിൾ, അതിദാരുണമായ സംഭവമാണ്. 3 പേർ മരിച്ചു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൂഗിൾ?
അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 2:50 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വാഹനാപകടം കുന്നമംഗലം പതിമംഗലം ഭാഗത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന 5 പേരാണ് ഈ വാഹനത്തിൽ ഈ കാറിലും പിക്കപ്പ് വാനിലുമായിട്ടുള്ള യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കാറിൽ യാത്ര ചെയ്ത 2 പേരും പിക്കപ്പ് വാനിന്റെ ഡ്രൈവറും ഉൾപ്പെടെയുള്ള 3 പേരാണ് മരണപ്പെട്ടത്. ബാക്കി 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരായിരുന്നു വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 2:50 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പുലർച്ചെ ആയതിനാൽ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിൽ ഒരു വൈകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നതിനിടയിലായാലും ഇവരെ പുറത്തെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും. വാഹനം പൂർണ്ണമായും ചതഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുൻഭാഗത്തൊക്കെ പൂർണ്ണമായി ഉയരുന്നു. നാട്ടുകാരൊക്കെ പിടിച്ചു പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഒക്കെ വന്നതിന് ശേഷം കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആളുകളെ, ഹൈഡ്രോളിക് കട്ടറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആളുകളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കൊടുവള്ളി ഭാഗത്തു നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ. അതിന്റെ എതിർദിശയിലായിരുന്നു ഈ പറയുന്ന നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന i20 വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. അപകട കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യം വ്യക്തമല്ല. ബാക്കി 2 പേർ ആശുപത്രിയിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവമാണ്. അപകടപരമായ വാർത്തയാണ്. വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആഘാതം ഉണ്ടായിരുന്നു ആ ഇടുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വാഹനത്തിനകത്തൊക്കെ ചോരയുടെ ദൃശ്യങ്ങളും മറ്റും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈങ്ങാപ്പുഴ സ്വദേശികളായിട്ടുള്ള കുടുംബം സഞ്ചരിച്ച കാറാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈങ്ങാപ്പുഴ സ്വദേശികളായിട്ടുള്ള കൊടുവള്ളി വാവാട് സ്വദേശി നിഹാൽ, വയനാട് സ്വദേശി ഷമീർ, മറ്റൊരാൾ ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾ എന്നിങ്ങനെയാണ് 3 പേരാണ് മരണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ബാക്കിയുള്ള ആളുകളുടെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത്. അവരുടെ പരിക്കിനെ സംബന്ധിച്ച കാര്യം കുറച്ച് അസാരമായ പരിക്കുകളാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ അപകടത്തിന്റെ വ്യാപ്തിയും വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കും. 2:50 ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത്. 3 പേരാണ് കോഴിക്കോട് കുന്നമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. സാഹോദര്യത്തിന്റെ ഉത്സവമാണ് നിലമ്പൂർ പാട്ടുത്സവമെന്ന് ശ്രീഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 20ാമത് നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. 6ാം ദിന സാംസ്കാരിക സമ്മേളനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കല മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണെന്നും കുട്ടികളിലെ കലയെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗോകുലം ഗോപാലൻ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ പാട്ടുത്സവത്തിന് ഗോകുലം ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ടാകും. ഇതൊരു കൂട്ടായ്മയാണ്, ഒരു സൗഹാർദ്ദ കൂട്ടിയാണ്. നമ്മുടെ മനുഷ്യന്മാരോട് കൂട്ടായ്മ, മനുഷ്യ നിസ്വാർത്ഥ കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. മതപരമായിട്ട് നമുക്ക് നല്ല ആചാരങ്ങളുണ്ടാകും. എല്ലാ മതത്തിലെ ആചാരങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ആവർത്തിക്കണം എന്ന് പറയുന്നു. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മതക്കാരും ഒരു ശക്തിനാണ് നമ്മൾ ആദരിക്കുന്നത്. പ്രപഞ്ചത്തിൽ അവാച്യമായ ഒരു ശക്തി, അതാണ് ദൈവം. സാംസ്കാരിക സമ്മേളനത്തിനു ശേഷം ഗബ്രി, MBL മ്യൂസിക്, അബു എന്നിവർ ചേർന്നൊരുക്കിയ സംഗീത വിരുന്നരങ്ങേറി. പാട്ടുത്സവ് ചെയർമാൻ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷനായിരുന്നു. നൌഫൽ, രജീഷ് ലാൽ, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് MP സുധാകരൻ, TVS ഷാനവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 24 മലപ്പുറം. ഡൽഹിയിലേക്കാണ് R. അച്യുതൻ ഡൽഹി മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ അച്യുതൻ? ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തമിഴകം വെട്ടിക്കഴകം നേതാവും ആയിട്ടുള്ള വിജയ് ഇന്ന് CBIക്ക് മുൻപിൽ, കരൂർ അപകടവുമായി ബന്ധപ്പെട്ടെന്ന് CBIക്ക് മുൻപിൽ ഹാജരാവുകയാണ്. അദ്ദേഹം 7 മണിയോട് അടുപ്പിച്ചായിരിക്കും ചെന്നൈയിൽ നിന്ന് പ്രൈവറ്റ് ജെറ്റിൽ ഡൽഹിയിലേക്ക് പുറപ്പെടുക. ഏതാണ്ട് 9-9:30 മണിയോടുകൂടി ഡൽഹിയിലെത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹം മൗര്യ ഹോട്ടലിലായിരിക്കും തങ്ങുക. ഒടുവിൽ അവിടെ നിന്നായിരിക്കും 11 മണിയോടുകൂടി CBI ആസ്ഥാനത്തേക്ക് എത്തുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. TVK വിജയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിമാനത്താവളം മുതൽ CBI ആസ്ഥാനം വരെ സുരക്ഷ ഒരുക്കണമെന്നൊരു ആവശ്യം ഡൽഹി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകും എന്നതും മനസ്സിലാക്കുന്നുണ്ട്. രാവിലെ 7 മണിയോടെ ആയിരിക്കും ചെന്നൈയിൽ നിന്ന് പുറപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും ഇതാദ്യമായിട്ടാണ് ഈ കേസിൽ
CBI മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ SIT ആയിരുന്നു കേസ് അന്വേഷിച്ചത്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അത് CBI ഏറ്റെടുക്കുന്നത്. അതിനുശേഷം വിജയുടെ വാഹനം കഴിഞ്ഞ ദിവസം ആ റാലിക്ക് ഉപയോഗിച്ച വാഹനം CBI പിടിച്ചെടുത്തിരുന്നു. അത് ഒടുവിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ TVKയുടെ അധ്യക്ഷനായിട്ടുള്ള വിജയ് ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തുന്നത്, CBIയുടെ ചോദ്യം ചെയ്യലിനായി ഹാജരാവുക. മറ്റൊന്ന്, ഇത് ഗുജറാത്തിൽ ജർമ്മൻ ചാൻസലർ 2 ദിവസത്തിനായി ഇന്ത്യയിലേക്ക് ജർമ്മൻ ചാൻസലറായിട്ടുള്ള ഫ്രെഡറിക് മേഴ്സ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അഹമ്മദാബാദിൽ വെച്ചായിരിക്കും ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. ഇരു നേതാക്കളും അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ ആദ്യം എത്തും. 10:30 സബർമതി തീരത്ത് പട്ടമർത്തൽ മേളയിലും ഇരു നേതാക്കളും പങ്കെടുക്കും. തുടർന്നായിരിക്കും ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഈ ഉഭയകക്ഷി കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. 25 വർഷം തികയുന്ന ഇന്ത്യൻ ജർമ്മൻ സഹകരണ ഉടമ്പടിയുടെ വിലയിരുത്തൽ ഇരു നേതാക്കൾ നടത്തും. എന്തായാലും ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹിയിൽ നിന്നും. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ജനസമ്പർക്ക പരിപാടിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മലപ്പുറം കാരാത്തോട് ബ്ലോക്ക് ഡിവിഷൻ അംഗം അബു താഹിറാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. 600ഓളം പരാതികളാണ് പരിപാടിയിൽ ലഭിച്ചത്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് കാരാത്തോട് ഡിവിഷനിലാണ് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ ഉന്നയിച്ച പരാതികളും പരിഭവങ്ങളും ക്രോഡീകരിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. 3000ഓളം ആളുകൾ പങ്കെടുത്ത ജനസമ്പർക്കത്തിൽ 600ഓളം പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 40% വ്യക്തിപരമായ പരാതികൾ. റോഡ്, പാർപ്പിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും ജനങ്ങൾ മുന്നോട്ട് വെച്ചു. നമ്മളിതെല്ലാ പരാതികളും സ്വീകരിച്ചുകൊണ്ട് എല്ലാ മെമ്പർമാരും അതാത് കൗണ്ടറിൽ ഇരുന്ന് ആ പ്രശ്നങ്ങൾ മുഴുവൻ കേട്ട് അവരെ പ്രശ്നങ്ങളെല്ലാം കൃത്യം നമ്മളായിട്ട് വേറെ മാർക്ക് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വരാൻ പോകുന്ന ഡിസ്കഷൻ വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങളെല്ലാം തീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സർക്കാർ തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ അതേ രീതിയിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പുതിയ ചികിത്സാ മാർഗങ്ങൾക്കും മരുന്നുകൾക്കുമായി സഹായം ആവശ്യമുള്ളവർക്ക് ട്രസ്റ്റ് മുഖേന സ്വന്തം ചെലവിൽ സഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ജനസമ്പർക്ക വേദിയിൽ തന്നെ നിരവധി പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിഞ്ഞു. 24 മലപ്പുറം. ജനപങ്കാളിത്തത്തോടെ വികസനത്തിന് പുതിയ ദിശയൊരുക്കി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ നന്നമ്പ്ര ഡിവിഷനിലെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ മുഴുവൻ ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് ജനസഭ സംഘടിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് നന്നമ്പ്ര ഡിവിഷൻ പരിധിയിലെ എടരിക്കോട്, തെന്നല, നന്നമ്പ്ര പഞ്ചായത്തുകളിലെ അംഗങ്ങളാണ് ജനസഭയിൽ പങ്കെടുത്തത്. സ്വന്തം വാർഡുകളിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളും പഞ്ചായത്ത് അംഗങ്ങൾ ജനസഭയിൽ അവതരിപ്പിച്ചു. പരമ്പരാഗത വികസന സമീപനങ്ങൾക്കപ്പുറം കാലോചിതവും ജനകീയവുമായ വികസന കാഴ്ചപ്പാടുകളാണ് ജനസഭയിൽ അവതരിപ്പിക്കപ്പെട്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ വ്യക്തമാക്കി. വികസനത്തിന്റെ പുതിയ ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത്. പുതുമയുള്ള ഒരു വികസന അജണ്ടക്ക് നന്നമ്പ്ര ഡിവിഷനിൽ രൂപം നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. രാത്രി വരെ ഈ ഡിസ്കഷൻ നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മെമ്പർമാർ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും, അവരുടെ വാർഡിലേക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കും. അതനുസരിച്ച് അതെങ്ങനെ ചെയ്തു പോകാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിനൊപ്പം CSR ഫണ്ടുകൾ ഉൾപ്പെടെ സമാഹരിച്ചാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുക. നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ജില്ലാ പഞ്ചായത്തിൻ്റെ ഏതൊക്കെ ഫണ്ട് ഏതെല്ലാം തരത്തിൽ വിനിയോഗിക്കപ്പെടാനും വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വികസന മുരടിപ്പുണ്ട്. കാർഷിക മേഖലയിലായാലും ശരി, മറ്റ് കാര്യങ്ങൾ അതൊക്കെ നികത്തിയിട്ട് കക്ഷി രാഷ്ട്രീയ ജാതിപതി ഭേദമന്യേ വികസനങ്ങളിൽ എല്ലാവരേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. ജനങ്ങളുടെ ആവശ്യം നേരിട്ട് കേട്ട് വികസനത്തെ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള ശ്രമമാണ് ഈ ജനസഭയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറയുന്നു. 24 തിരൂർ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സിറ്റി സൈബർ പോലീസാണ് തിരുവനന്തപുരം ACGM കോടതിയിൽ അപേക്ഷ നൽകിയത്. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. രാഹുലിന്റെ വീഡിയോ പരാമർശങ്ങൾ അതിജീവിത അന്തസ്സിനെ ബാധിക്കുന്നതാണെന്നും അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണെന്നും പോലീസിന്റെ അപേക്ഷയിൽ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.